നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു വീഴുകയാണ്. ഇപ്പോൾ അൻവർ മത്സരരംഗത്തേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് UDF കൺവീനർ അടൂർ പ്രകാശാണ്. അൻവർ കൂടി മത്സരരംഗത്തേക്ക് കടന്നു വരുന്നു. നല്ല കാര്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ ആർക്കും മത്സരിക്കാം, അതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ഇതുവരെ പ്രതികരിച്ചതൊക്കെ തന്നെ അതിനുള്ള സമയമുണ്ട്, അവസരമുണ്ട്. തിരുത്താൻ തയ്യാറായി വരുന്നു എങ്കിൽ നാളെ വൈകിട്ട് 7 മണിക്ക് മുമ്പ് കാര്യങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ ഞങ്ങൾ വീണ്ടും സ്വീകരിക്കും അദ്ദേഹത്തെ. ഞങ്ങളിപ്പോഴും അതിന് തയ്യാറാണ്. കാര്യം UDF കൺവീനർ എന്നുള്ള നിലയിൽ ആ കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമായ ഒരു തീരുമാനം എടുക്കും. പക്ഷേ അതല്ല ഈ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവവും അതല്ലെങ്കിൽ സാമാന്യ മര്യാദയ്ക്ക് യോജിക്കാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെയും അതുപോലെ തന്നെ UDFിൻ്റെ ഞങ്ങളുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവിനെയും മറ്റും ആക്ഷേപിച്ചുകൊണ്ട് ഉള്ള വർത്തമാനങ്ങളും മറ്റും ആർക്കും ഒരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല. അതിനനുസരിച്ച് മര്യാദകൾ വെച്ചു പുലർത്തിക്കൊണ്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. അദ്ദേഹം മത്സരിക്കുന്നതിനൊന്നും എനിക്കെതിരൊന്നുമില്ല. മത്സരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ ആർക്കും മത്സരിക്കാം. ആ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. ഈ അൻവറിൻ്റെ മത്സരം UDF സ്ഥാനാർത്ഥിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളിയാകുമെന്ന് കരുതുന്നുണ്ടോ? ഒരു തരത്തിലും ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു സംശയം വേണ്ട. നിങ്ങളാരും അത് പറഞ്ഞ് പ്രചരണം കൊണ്ട് പോകണ്ട. ഒരു തരത്തിലും UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ഭയപ്പാടും ഇക്കാര്യത്തിലില്ല. പക്ഷേ എങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു, നാളെ 7 മണി വരെ വീണ്ടും സമയം കൊടുക്കാം. അദ്ദേഹം തിരുത്തി വരുന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായി സഹകരിച്ചു പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മണ്ഡലത്തിൽ ഒരു ദിവസമായി താങ്കളുണ്ട്, പര്യടനം നടത്തുന്നുണ്ട്, കൺവെൻഷനുകൾ, നേതൃയോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്താണ് മണ്ഡലത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു പൊതുവികാരം? പൊതുവെ മണ്ഡലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പൊതുവികാരം, പിണറായി സർക്കാരിനെതിരാണ് ജനങ്ങൾ അതിനെതിരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രതിധ്വനി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കാണാൻ കഴിയുകയാണ്. ആ ജനങ്ങളുടെ ഒരു ആവേശവും ജനങ്ങളുടെ ഒരു മുന്നേറ്റവും കാണുമ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുകയാണ്. ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യോഗങ്ങൾ എന്ന് പറയുന്നത് ഓരോ മണ്ഡലത്തിലും ഓരോ പഞ്ചായത്തുകളിലും ഞങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള ചെയർമാന്മാരെയും കൺവീനർമാരുടെ യോഗമാണ് വിളിക്കുന്നത്. പക്ഷേ അങ്ങനെ കൺവീനർ കൃത്യമായി എല്ലാവരും തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നു. അതുകൂടാതെ ബാക്കി നിരവധി ആളുകളാണ് ആവേശത്തോടു കൂടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു വലിയ ഭീഷണിയായി ഞങ്ങൾ കാണുന്നില്ല. പിന്നെ ആര്യാടൻ മുഹമ്മദ് സാറ് ഇവിടെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അതൊരു അനുഭവ പാഠമാണ്. ഞാൻ തന്നെ MLA ആയിരിക്കുന്ന സമയത്ത് പലവട്ടം ഈ ആര്യാടൻ സാറിനെ കാണാൻ ഇവിടെ വരികയും മന്ത്രിയായിരിക്കുന്ന സമയത്തും ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം തുടങ്ങി വെച്ച ഓരോ വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു പൂർത്തീകരണം കഴിഞ്ഞ 9 വർഷക്കാലമായി ഒന്നും നടക്കുന്നില്ല. ആ 9 വർഷക്കാലമായി നടക്കാത്ത ഒരു കാര്യത്തിന് ഒരു പൂർത്തീകരണത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ചിന്ത. ഈ അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി ചർച്ചകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നാളെ വൈകിട്ട് 7 മണിക്ക് ഞങ്ങൾ UDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഓൺലൈനിലൂടെ കൂടുന്നുണ്ട്. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു പുനർചിന്തനം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അറിയിച്ചാൽ അതനുസരിച്ച് കാര്യങ്ങൾ പോകും. ഈ അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും UDF ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും നിലവിലൊന്നാണ്. വികസന മുരടിപ്പും ഒപ്പം തന്നെ പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളും. ഈ വിഷയങ്ങളാണ് രണ്ട് കൂട്ടരും ഒരുപോലെ ഉന്നയിക്കുന്നത്. ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും രണ്ട് കൂട്ടരും പ്രചരണം നടത്തുന്നത്. അത് ഏത് രീതിയിൽ UDF സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത്? അല്ല, ഈ LDF ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള തെറ്റായ നയങ്ങൾ അതാണല്ലോ. ഈ 9 വർഷക്കാലം കൊണ്ട് എന്തവർ ചെയ്തു? ഇവിടെ ഒരു വൻകിട പദ്ധതി വന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ സ്വൈര്യമായി കഴിയാനുള്ള അവസരം നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വീടുകൾ ഇപ്പോൾ ഓരോ ദിവസത്തെയും മാധ്യമങ്ങളെടുത്ത് വായിച്ചാൽ നമുക്ക് കാണുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ്. മകൻ അമ്മയെ ചവിട്ടിക്കൊന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള
കൊലപാതകങ്ങളുടെ ഒരു നാടായി മാറിയിരിക്കുന്നത്. എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ ഉള്ളത്? ആ സുരക്ഷിതത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഞങ്ങൾ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോടിയായി ഇവിടെ ഒരു അവസരം കിട്ടിയപ്പോൾ തീർച്ചയായും അത് ഇവിടെ പ്രതിഫലനമായി മാറും. തീർച്ചയായും അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഇപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുകയാണ് അൻവർ UDF സഹകരിക്കുമെന്ന് തന്നെ. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് UDF മുന്നണിയുള്ളത്. ക്യാമറ പേഴ്സൺ വിഷ്ണു കച്ചേരിക്കൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ.